ചില ആളുകൾ സ്വന്തം സ്വപ്നങ്ങളെ സഫലമാക്കാൻ വേണ്ടി പോരാടും, പക്ഷെ മറ്റു ചിലർ ആ സ്വപ്നങ്ങളെ ജീവനോടെ നിർത്താനായിട്ട് സ്വന്തം ജീവിതം മുഴുവൻ ത്യാഗം ചെയ്യും. അപ്പോൾ വെൽക്കം ടു 9th പാർട്ട് ഓഫ് അക്കാത്സുകി ഫയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നറുട്ടോ യൂണിവേഴ്സിൽ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഫീമെയിൽ ഷിനോബിയെ കുറിച്ചാണ്, ആൻഡ് ദാറ്റ് ഈസ് കോനാൻ. പക്ഷെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് സീരീസിനെ പറ്റി കൂടുതലൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. കോനാൻ യുദ്ധം കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു അനാഥ കുട്ടിയായിരുന്നു. ലെജൻഡറി സാനിൻ ജിറായുടെ മെന്റർഷിപ്പിലും അവൾ ഒരു ഭീകരമായ സ്ട്രോങ് ഫൈറ്ററായി മാറി. സ്വന്തം സങ്കടങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ പഴയ പേപ്പേഴ്സ് കൊണ്ട് ഒറിഗാമിസ് ഉണ്ടാക്കിയിരുന്നു. അത് പിന്നെയാകട്ടെ അവളുടെ ഏറ്റവും ഡേഞ്ചറസ് ആയ പേപ്പർ ജുട്സുവായി മാറി. കോനാൻ ഒരിക്കലും സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ജീവിച്ചത്. യാഹിക്കോയും നഗാട്ടോയുടെയും സമാധാന സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയുമായിരുന്നു ഇവൾ. യാഹിക്കോയ്ക്കും പിന്നെ പെയിന്റെ ഘോരമായ തീരുമാനങ്ങൾക്ക് വേണ്ടിയും അവൾ തന്നെ ജീവൻ വരെ മുന്നോട്ട് നിന്ന് നൽകാൻ തയ്യാറായിരുന്നു. നാഗാട്ടോയുടെ മരണത്തിന് ശേഷം സ്വന്തം സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒറ്റയ്ക്ക് നിന്നും പോരാടാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരന്റെ ലെഗസിയെ ശത്രു എടുക്കാൻ വന്നപ്പോഴും അവൾ കാണിച്ചു കൊടുത്തു നറുട്ടോ ഷിപ്പുഡനിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഫീമെയിൽ ഷിനോബി ഇവൾ എന്തുകൊണ്ടാണെന്ന്. ശത്രുവിനെതിരെ 600 ബില്യൺ എക്സ്പ്ലോസീവ് ടാക്സിന്റെ ഒരു മഹാസമുദ്രം സൃഷ്ടിച്ചുകൊണ്ടാണ് കോനാൻ ഒരു ഡെഡ്ലി ഫൈറ്റ് തന്നെ നടത്തിയത്. പക്ഷെ ചതി എന്ന് പറയട്ടെ, അവളുടെ നല്ല മനസ്സിന് തിരികെ ലഭിച്ചത് വെറും വേദനയും ഒരു ദാരുണമായ മരണവുമായിരുന്നു. ഒരു ചതി കൊണ്ട് കോനാൻ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ ജീവിതവും ഒരു ജസ്റ്റിസും കാണിച്ചില്ല അവൾക്ക് വേണ്ടി. എന്നാലും കോനാന്റെ ചോരയിൽ മുങ്ങിയ ഒരു കടലാസ് തുണ്ട് പറന്നു ചെന്ന് അവരുടെ പഴയ വീട്ടിൽ ചെന്ന് വീണു. ഇതുമൂലം കോനാൻ അവളുടെ കൂട്ടുകാരുടെ കൂടെ ഒന്നിക്കാനും കഴിഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ കോനാൻ എപ്പോഴും ഒരു ലെജൻഡറി ഫീമെയിൽ ഷിനോബി തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് മെമ്പർ ഓഫ് ദിസ് ഓർഗനൈസേഷൻ.